എനിക്ക് ഞാനിപ്പം ഇവൻ്റെ പിന്നിലുള്ള ആൾക്കാരുടെ കാര്യം എനിക്ക് വ്യക്തമല്ല, അങ്ങനെയെല്ലാം പറഞ്ഞു കേട്ട ഒരു അറിവുള്ളൂ. പക്ഷെ ഇപ്പം ഞാൻ പറയണു, ഈ ഗോവിന്ദൻചാമി ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തിറങ്ങാൻ ആരുടെല്ലോ സഹായം അവനുണ്ടായിട്ടുണ്ട്. അവനല്ലാതെ ഒരിക്കലും അവന് ഒറ്റയ്ക്ക് ഇത്രയും വലിയൊരു മതിലും ഈ ജയിലിനുള്ളിൽ നിന്ന് പുറത്തേക്ക് വരാനും എല്ലാ സൗകര്യങ്ങളും ആരോ അവിടെ ഒരുക്കി കൊടുത്തിട്ടുണ്ട്. കാരണം രണ്ട് നാല് പോലീസുകാർ കാവലുള്ള ഒരാളാണ് ഈ ഗോവിന്ദൻചാമി. എത്രയും വലിയൊരു ക്രിമിനലാണ് അവൻ. ആ ക്രിമിനലിനെ പിന്നെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ആരെങ്കിലും ഇത് പുറത്തില്ലാതെ എങ്ങനെ പുറത്തിറങ്ങുന്നത്? അല്ലാതെ അവന് എങ്ങനെ പുറത്തിറങ്ങാൻ കഴിയും? അവനെങ്ങനെ അതിന് പുറത്തിറങ്ങാൻ കഴിയും? അപ്പം അത് നമുക്കത് പറയാതിരിക്കാൻ പറ്റില്ല. ഇതിൻ്റെ പിന്നെ ഈ മതിൽ ഇത്രയും വലിയ മതിലാണിത്, ചെറിയ മതിലൊന്നും അല്ലത്. അത്രയും വലിയ മതിലിൻ്റെ ഉള്ളിൽ നിന്ന് ഇപ്പം പുറത്തിറങ്ങി ഈ ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് അവനൊരു പിന്നിലൊരാളില്ലേ? ഇതിൻ്റെ അകത്ത് ഈ പിന്നെ ഈ മതിലിനെന്തോ ഇലക്ട്രിക് കറണ്ടിൻ്റെ ഇത് വെച്ചിട്ടുണ്ടെന്ന് പറയണ്ടേ. ഇതിനെല്ലാം കവിച്ച് വെച്ചിട്ടാണ് ഈ ആൾ ഇവൻ ഇറങ്ങി വന്നിരിക്കണത്. അപ്പം അത് കണ്ടെത്തണം എന്തായാലും. ഈ ഒരു ഇപ്പം ഈ ഉണ്ടായ സംഭവങ്ങൾ ഇതെങ്ങനെയെന്നുള്ളത് കണ്ടെത്തിയേ പറ്റുള്ളൂ. ഇത്രയും സുരക്ഷിതമായി ഈ ജയിലിനുള്ളിൽ കിടക്കുന്ന ഇവൻ പുറത്തിറങ്ങി വന്നിട്ട് ഇത് എങ്ങനെ ചെയ്യാൻ? അപ്പം അതൊരു വലിയ തന്നെ പിഴവല്ല അവരുടെ അടുത്ത് പറ്റിപ്പോയിരിക്കണത്. അങ്ങനെ ഒരു പിഴവ് പറ്റാൻ പാടുണ്ടോ? ഇത് ചെറിയൊരു ക്രൂരതയല്ല. ഒരു പെൺകുട്ടി സൗമ്യ എന്ന് പറയുന്ന ആ കുട്ടീനെ പിച്ച് ചീന്തി അവളെ ഇനി എങ്ങനെയെല്ലാം ഉപദ്രവിക്കാൻ പറ്റുമോ അതെല്ലാം ചെയ്ത് അത്രയും വേദന അനുഭവിച്ചിട്ടാണ് എൻ്റെ മകള് പോയിരിക്കുന്നത്. ആ മകളുടെ അവൾ അനുഭവിച്ച വേദന, അവളെ ദുഃഖങ്ങള് ഇന്ന് ഈ 15 കൊല്ലം ഈ 6 വർഷമായി ഞാൻ ആ ദുഃഖം പേരും കൊണ്ട് നടക്കണത്. അതൊരിക്കലും ശരിയല്ല. കാരണം ഇത് ഇവൾക്ക് ഇവിടെ ഇവൻ പുറത്തിറങ്ങാൻ ആരാണ് സഹായിച്ചത് അത് കണ്ടെത്തിയേ മതിയാവുള്ളൂ. അതെനിക്ക് എന്തായാലും അത് കണ്ടെത്തിയത് അറിയണം. പിന്നെ ഇവന് ഇത്രയും കാലം വെച്ചപ്പോൾ അല്ല, ഇനി അവന് തൂക്കുകയറ് മാത്രമേ അവന് കിട്ടാവൂ. ഇനി അവനത് മാത്രമേ അവനെ അർഹിക്കുന്നുള്ളൂ. അവന് അതിന് മേലെ ഇത് അർഹിക്കുന്നില്ല. അത്രയും ക്രൂരമായ ഒരു മൃഗമാണ് അവൻ. മനുഷ്യനാണ്, മനുഷ്യൻ്റെ രൂപത്തിലും അവനെ കൂട്ടിക്കെട്ടാൻ നമുക്ക് പറ്റില്ല.